നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ മലയാളികളെ കൂടാതെ ഇപ്പോൾ വേറെ രണ്ട് കൂട്ടരെയും കൂടെ കാണാൻ സാധിക്കും, ബംഗാളികളും നേപ്പാളികളും. പുറത്തോട്ടിറങ്ങി ഇവരെ മാത്രമേ കാണാനുള്ളൂ. നമ്മൾ മലയാളികളെ കാണണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോകണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നേപ്പാളികൾ കൂടുതലുള്ളത് കൊണ്ടാണോ ഈ ഡിഷ് ഇത്ര വൈറലായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സംഭവം സൂപ്പറാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. നേപ്പാളി ചുക്കോനിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ചുക്കോനി എന്ന് കേൾക്കുമ്പം നെറ്റി ആരും ചുളിക്കേണ്ട കാര്യമില്ല. പേര് പോലെ അത്ര ബുദ്ധിമുട്ടില്ല, ഇതുണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. തൈര് എടുക്കണം, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് മുളക് പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, ഇനി കിഴങ്ങ് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിനെ ഫ്ലേവർഫുൾ ആക്കുന്നത് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് ഈ തടുക്കാണ്, അതായത് ഈ താളിപ്പ്. ഈ താളിപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇത് നെക്സ്റ്റ് ലെവലാണ് ഈ സംഭവം. മെയിനായിട്ട് കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കടുകെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക്, മുളക് പൊടി, കസൂരി മെത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ് മക്കളെ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.